morning. ഇന്നത്തെ പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. If x equal to a into cos t plus t sin t and y equal to a into sin t minus t cos t, find d square y by dx square. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാലും മനസ്സിലാവുന്ന ഒരു കാര്യം, ഇവിടെ x എന്ന് പറയുന്നത് f of t ആണ്, which is a function in t ആണ്. അതേപോലെ തന്നെ and y equal to again a function in t. അപ്പോൾ എക്സും ടിയും എക്സും വൈയും ടിയിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ്. നമുക്കറിയാം ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്, which can be written as d by dx of dy by dx. അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് എന്തറിയണം? dy by dx ഫസ്റ്റിൽ നമ്മൾ കണ്ടുപിടിക്കണം. സോ dy by dx ഈക്വൽ ടു, ഇവിടെ ഒരു കുഴപ്പമുണ്ട്, നമുക്ക് ഡയറക്റ്റ് dy by dx കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല. എന്താ? എക്സും വൈയും ടിയിലുള്ള ഫങ്ഷൻസ് ആയതുകൊണ്ട്. സോ നമ്മൾ എന്ത് എഴുതും? dy by dx ഈക്വൽ ടു dy by dt ഡിവൈഡഡ് ബൈ dx by dt. dy by dx എങ്ങനെ എഴുതും? dy by dt divided by dx by dt. So dy by dx എന്ന് പറയുന്നത് dy by dt divided by dx by dt. അപ്പോൾ നമ്മൾ dy by dt സെപ്പറേറ്റ് കാണണം, dx by dt സെപ്പറേറ്റ് കാണണം. എന്നിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് dy by dx ഇട്ട്. അതേപോലെ d സ്ക്വയർ y by dx സ്ക്വയർ ഈക്വൽ ടു d സ്ക്വയർ y by dx സ്ക്വയർ ഈക്വൽ ടു d by dx ഓഫ്, നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ d by dx ഓഫ് dy by dx ആണ് d സ്ക്വയർ y by dx സ്ക്വയർ. പക്ഷെ നമ്മൾ ഇവിടെ എഴുതുമ്പോൾ നമുക്ക് ആൻസർ എങ്ങനെ ഉണ്ടാവും? d by dx ഓഫ് dy by dx കിട്ടുന്ന ആൻസർ ഇൻറ്റു, ഇവിടെ എഗെയിൻ ഒരു ഫംഗ്ഷൻ ഇൻ ടി ആണ് വരിക, കിട്ടുന്ന ആൻസർ നമുക്ക് ഫംഗ്ഷൻ ഇൻ ടി ആ വരിക. അപ്പൊ അത് ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ്, dy by dx into dy by dx of dy by dx into dt by dx. എന്തുകൊണ്ടാണ് dt by dx ചെയ്യുന്നത്? കാരണം dy by dx നമുക്ക് ടിയിലാണ് ആൻസർ കിട്ടുക, which is again a function in t. അപ്പോൾ into dt by dx. ഇത് നമ്മൾ പ്ലസ് ടുവിൽ പഠിക്കുന്ന ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ചെയിൻ റൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു സെക്ഷൻ ആണ്. ഓക്കെ, പ്രോബ്ലം ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് y ഈക്വൽ ടു അല്ലെങ്കിൽ x ഈക്വൽ ടു a into cos t plus t sin t. So dx by dt ആദ്യം കാണണം. dx by dt equal to a into cos t ന്റെ ഡെറിവേറ്റീവ് എന്താ? cos t ന്റെ ഡെറിവേറ്റീവ് മൈനസ് sin t ആണ്. ഇവിടെ t ന്റെ രണ്ട് ഫങ്ഷൻസ് ഉണ്ട്, ഒരെണ്ണം t യും അടുത്തത് sin t യുമാണ്. സോ നമ്മൾ എന്താ അപ്ലൈ ചെയ്യണം? ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഇത് യുവും ഇത് വിയും ആയിട്ട് എടുക്കണം. പ്രോഡക്റ്റ് റൂൾ യു വി ഡാഷ് ഈക്വൽ ടു യു ഇൻറ്റു വി ഡാഷ് പ്ലസ് വി ഇൻറ്റു യു ഡാഷ്. ഇത് അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ ബാക്കി പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാൻ. സോ ഇവിടെ എന്ത് വരും? ടി ഇൻറ്റു വി ഡാഷ് എന്ന് പറയുന്നത് കോസ് ടി ആണ്, ടി ഇൻറ്റു കോസ് ടി പ്ലസ് പിന്നെ ഏതാ? വി ഇൻറ്റു വി എന്ന് പറയുന്നത് സൈൻ ടി ആണ്, സൈൻ ടി ഇൻറ്റു യു ഡാഷ് ടി ആണ്, ടിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. സോ ഇൻറ്റു 1. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. എ ഇൻറ്റു മൈനസ് സൈൻ ടി പ്ലസ് ടി കോസ് ടി പ്ലസ് സൈൻ ടി. ഇവിടെ ഒരു മൈനസ് സൈൻ ടി ഉണ്ട്, ഇപ്പുറത്തെ ഒരു പ്ലസ് സൈൻ ടി ഉണ്ട്. സോ അത് രണ്ടും ക്യാൻസൽ ആവും. ബാക്കി നമുക്ക് എന്താ വരിക? എ ഇൻറ്റു ടി കോസ് ടി, എ ടി കോസ് ടി. ദർഫോർ dx by dt എന്ത് കിട്ടും? എ ടി കോസ് ടി കിട്ടും. നെക്സ്റ്റ് ഇതേപോലെ നമ്മൾ dy by dt കണ്ടുപിടിക്കണം. സോ ഫസ്റ്റിൽ നമ്മൾ y എഴുതുന്ന y ഈക്വൽ ടു എ ഇൻറ്റു സൈൻ ടി മൈനസ് ടി കോസ് ടി. മുകളിൽ ചെയ്ത അതേപോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. dy by dt ഈക്വൽ ടു എ ഇൻറ്റു സൈൻ ടിന്റെ ഡെറിവേറ്റീവ് കോസ് ടി ആണ്, മൈനസ് ഇവിടെയും എന്താ അപ്ലൈ ചെയ്യണം? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ടി യുവും കോസ് ടി ബിയും ആയിട്ട് എടുക്കുന്ന യു ഇൻറ്റു, അപ്പൊ മൈനസ് വരുമ്പോൾ ബ്രാക്കറ്റ് ഇടുക, ടി ഇൻറ്റു മൈനസ് സൈൻ ടി
cos t ന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി ആണ്, പ്ലസ് കോസ് ടി ഇൻറ്റു ടിന്റെ ഡെറിവേറ്റീവ് 1. ഓക്കെ, അഗൈൻ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക, എ ഇൻറ്റു കോസ് ടി മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരും, പ്ലസ് ടി സൈൻ ടി പ്ലസ് കോസ് ടി. ഓക്കെ, സോറി പ്ലസ് ഇൻറ്റു മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് വരും ഇവിടെ, മൈനസ് കോസ് ടി. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കോസ് ടി പ്ലസ് കോസ് ടി മൈനസ് കോസ് ടി ക്യാൻസൽ ആവും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എ ടി സൈൻ ടി. അപ്പൊ നമുക്ക് ഡി എക്സ് ബൈ ഡി ടി കിട്ടി, ഡി വൈ ബൈ ഡി ടിയും കിട്ടി. ഇനി എന്ത് കണ്ടുപിടിക്കാം? ഇനി നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാം. So therefore dy by dx equal to നമുക്ക് എന്താ ഉള്ളത്? dy by dt divided by dx by dt. So which is equal to എന്ത് വരും? Which is equal to dy by dt എന്താ കിട്ടിയത്? at sin t divided by dx by dt എന്താ കിട്ടിയത്? at cos t ആണ്. സോ ഏതൊക്കെ ക്യാൻസൽ ആവും? at ക്യാൻസൽ ആവും, sin t by cos t ആണ് വരിക, which is equal to tan t. sin t by cos t is tan t. സോ എന്ത് ചെയ്യാം? നമുക്ക് dy by dx കിട്ടി. That is dy by dx is equal to tan t. dy by dx equal to tan t. ഇനി എന്ത് കണ്ടുപിടിക്കണം? d square y by dx square കണ്ടുപിടിക്കണം. d square y by dx square equal to നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട് d by dx of നമുക്ക് dy by dx അത് കിട്ടിയത് ആൻസർ കിട്ടിയത് tan t ആണ്. tan t into dt by dx. dt by dx ആണ് വരുന്നത്. dx by dt എന്തായിരുന്നു കിട്ടിയത്? നമുക്ക് dx by dt കിട്ടിയത് at cos t ആണ്. at cos t ആണ്. സോ dt by dx എന്ത് കിട്ടും? dt by dx equal to dx by dt ന്റെ നേരെ റെസിപ്രോക്കൽ ആണ് dt by dx എന്ന് പറയുന്നത്. 1 by dx by dt ആണ് എന്ത്? 1 by dx by dt ആണ് dt by dx. മനസ്സിലായോ? 1 by dx by dt ആണ് dt by dx എന്ന് പറയുന്നത്. സോ നമുക്ക് dt by dx എന്ത് വരും? 1 by at cos t വരും. ഓക്കെ, 1 by dx by dt ആണ് dt by dx. സോ 1 by at cos t വരും. നമുക്ക് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. d by dx of tan t. d by dx of tan t എന്താ? sec square t ആണ്. sec square t into dt by dx എന്ന് പറയുന്നത് ഇതാണ് dt by dx 1 by at cos t. Again 1 by cos t എന്താ? 1 by cos t എന്താ? 1 by cos t. ഓക്കെ, ഇവിടെ 1 by cos t എന്താ? 1 by cos t എന്ന് പറയുന്നത് sec square t ആണ്. 1 by cos t എന്ന് പറയുന്നത് sec square t ആണ്. സോറി sec t ആണ്. 1 by cos t sec t ആണ്. സോ നമുക്ക് എന്ത് എഴുതാം? sec t by at. ദാറ്റ് ഈസ് sec square t into sec t എന്താ? sec cube t divided by at. അപ്പൊ നമ്മൾ d square y by dx square എന്ന് പറയുന്നത് sec cube t by at ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഓർക്കേണ്ട കാര്യം എക്സും വൈയും അനദർ വേരിയബിൾസിലുള്ള ഫംഗ്ഷൻസ് ആണെങ്കിൽ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. അപ്പൊ dy by dx എന്ന് പറയുന്നത് dy by dt ഡിവൈഡഡ് ബൈ dx by dt ആണ്. d square y by dx square എന്ന് പറയുന്നത് d by dx of dy by dx. എന്തുകൊണ്ടാണ് dt by dx ചെയ്യുന്നത്? നമുക്ക് ആൻസർ വീണ്ടും ടിയിലാണ് ആൻസർ കിട്ടുക. സോ അവിടെ ചെയിൻ റൂൾ വീണ്ടും അപ്ലൈ ചെയ്യണം, dt by dx. നമ്മളത് ചെയ്തു വരുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത് sec cube t by at. Okay, thank you.